ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞ ഉദ്ധവഗീതയിലെ അതിമഹത്തായ ഭിക്ഷുഗീത. ഏത് പ്രതികൂല പരിതസ്ഥിതിയിലും നമ്മുടെ മനസ്സ് ക്ഷോഭിക്കാൻ ഇടവരാതെ കരുതി ഇരിക്കണമെന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു. അതേപോലെ ദുർജനങ്ങൾ കഠിനമായി ദ്രോഹിക്കുമ്പോൾ എങ്ങനെയാണ് ക്ഷോഭിക്കാതെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭഗവാൻ മറുപടി പറയുന്നു. അവന്തി ദേശക്കാരനായ ഒരു ബ്രാഹ്മണൻ്റെ കഥയിലൂടെ. അവന്തി ദേശക്കാരനായ ഒരു ബ്രാഹ്മണൻ്റെ കഥ ഭിക്ഷുഗീത ഭാഗം 2 എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അവന്തി ദേശക്കാരനായ ഒരു ബ്രാഹ്മണനാണ് പിൽക്കാലത്ത് ഒരു സന്യാസിയായി തീർന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു സന്യാസിയായി തീർന്നത്? ഒരുപാട് സമ്പാദിച്ചിരുന്നു അദ്ദേഹം ധനം. നരകത്തിലേക്കുള്ള പ്രവേശനദ്വാരങ്ങളായ കാമക്രോധാദികൾ, ലോഭാദികൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളോടും ബന്ധുക്കളോടും ഒരു നല്ല വാക്കുപോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പണം ചെലവാകുമോ എന്ന് പേടിച്ച് അദ്ദേഹം ഒന്നും അനുഭവിച്ചതുമില്ല. മാത്രമല്ല ഭാര്യയ്ക്കോ മക്കൾക്കോ ഭൃത്യർക്കോ യാതൊന്നും കൊടുത്തതുമില്ല. സമ്പാദിക്കുന്ന പണം മുഴുവനായും അദ്ദേഹം സൂക്ഷിച്ചു പോന്നു. അങ്ങനെ അദ്ദേഹത്തിന് 80 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്ന പുണ്യം മുഴുവനും, ധനമുണ്ടാകുവാൻ കാരണം ആയിരുന്ന പുണ്യം മുഴുവനും ക്ഷയിച്ചു പോയി. അങ്ങനെ ഈ ജന്മത്തിലാണെങ്കിൽ അദ്ദേഹം പുണ്യങ്ങളൊന്നും ചെയ്തിരുന്നുമില്ല. പൂർണ്ണമായും പൈസ സമ്പാദിക്കുവാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ഹോമം, തർപ്പണം, സ്വാധ്യായം, അതിഥി പൂജ, ഭൂതബലി, ആ 5 യജ്ഞങ്ങൾ പോലും ചെയ്യാതെ അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ജീവിച്ച ഇദ്ദേഹത്തോട് പഞ്ചയജ്ഞ ദേവതകളായ ദേവന്മാരും പിതൃക്കളും ഋഷികളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും എല്ലാവരും കോപിച്ചു. അങ്ങനെ ഈ പഞ്ചയജ്ഞ ദേവതകളുടെ ശാപത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അതിവേഗം തന്നെ ക്ഷയിക്കുവാൻ തുടങ്ങി. കുറേ ബന്ധുക്കൾ അപഹരിച്ചു, കുറേ കള്ളന്മാർ കൊണ്ടുപോയി. അഗ്നിബാധയിലും വെള്ളപ്പൊക്കത്തിലും എല്ലാം പെട്ട് അദ്ദേഹത്തിൻ്റെ കുറേ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. കുറേയൊക്കെ കാലങ്ങൾ കൊണ്ട് നശിച്ചു. നാട്ടുകാർ അവർക്കാവുന്നത്ര കൈക്കലാക്കി. പിന്നെ നികുതി, പിഴ അങ്ങനെയുള്ള ഇനങ്ങളിൽ രാജാവും ബാക്കിയുള്ള സ്വത്ത് കൈവശമാക്കി. അദ്ദേഹം നല്ല പിശുക്കനായിരുന്നു. ബന്ധുക്കൾ എല്ലാവരും പിന്നീട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ധനം മുഴുവനും നഷ്ടപ്പെട്ടു. ബന്ധുമിത്രാദികൾ എല്ലാവരും ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഒരു ബ്രാഹ്മണൻ്റെ കഥ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ഭിക്ഷുഗീത 2ാമത്തെ ഭാഗത്തിൽ പറയുന്നു. അങ്ങനെ ആ സാധു ആത്മകഥ സ്വരൂപേണ പറയുകയാണ്, എൻ്റെ സുഖ ദുഃഖങ്ങൾക്കു കാരണം ഈ ജനങ്ങളോ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളോ ആത്മാവോ സൂര്യചന്ദ്രാദി മുതലായ ഗ്രഹങ്ങളോ കർമ്മമോ കാലമോ അല്ല, മനസ്സാണ് എല്ലാ സുഖത്തിനും ദുഃഖത്തിനും ഹേതു. അദ്ദേഹം പിന്നീട് സന്യാസിയായി മാറുകയും തൻ്റെ കർമ്മങ്ങളുടെ ആ കർമ്മദോഷം മുഴുവനും മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരചക്രത്തെ തിരിക്കുന്നതു തന്നെ നമ്മുടെ ആ മനസ്സാണ്. സത്വം, രജസ്, തമസ് എന്നീ ഗുണവൃത്തികളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഒരു ജീവൻ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നത്. ആ കർമ്മങ്ങളുടെ ഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കുവാനായിട്ടാണ് ജനിച്ചു വരുന്നത്. അതിനാൽ സുഖദുഃഖങ്ങൾക്കു കാരണം നമ്മുടെ മനസ്സു തന്നെയാണ്. ജ്ഞാനസ്വരൂപനായ ആത്മാവ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും മനസ്സിൽ അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും സാക്ഷി ഭാവത്തിൽ അറിയുന്നു. എന്നാൽ ജീവനാവട്ടെ മനസ്സിനോട് തന്മയീ ഭാവം പ്രാപിച്ച് മനസ്സിലെ സുഖത്തെയും ദുഃഖത്തെയും തൻ്റെ അനുഭവങ്ങളായി തെറ്റിദ്ധരിച്ച് ബദ്ധനായി തീരുകയും ചെയ്യുന്നു. ദാനം, സ്വധർമ്മം, യമനിയമങ്ങൾ, വേദപഠനം, വൈദിക കർമാനുഷ്ഠാനം, വ്രതങ്ങൾ ഇവയെല്ലാം തന്നെ മനസ്സിനെ അടക്കുവാനുള്ള സാധനങ്ങളാണ്. മനസ്സിൻ്റെ ശാന്തവും നിശ്ചലവുമായ നില തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ മനസ്സ് അടങ്ങുന്ന ഒരാൾക്ക് പിന്നെ ദാനം മുതലായ അനുഷ്ഠാനങ്ങളുടെ
ഒന്നും ആവശ്യമില്ല. ഇവയെല്ലാം ചെയ്തിട്ടും മനസ്സടങ്ങുന്നില്ല എങ്കിൽ അവയുടെ ആചരണം കൊണ്ടുണ്ടാവേണ്ടതായ പ്രയോജനം സാധിച്ചിട്ടില്ല എന്നു വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആധ്യാത്മിക സാധനകളുടെ പരമലക്ഷ്യം മനോനിഗ്രഹമാണെന്ന് ഓർമ്മിച്ചുകൊണ്ടുവേണം അവയെ നമ്മൾ ആചരിക്കുവാൻ. ഇല്ലെങ്കിൽ എല്ലാ അനുഷ്ഠാനങ്ങളും നിഷ്പ്രയോജനങ്ങളായി തീരും. മനസ്സടങ്ങിയാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങും. മനസ്സ് മറ്റൊരു ഇന്ദ്രിയത്തിനും അധീനമായി തീരില്ല. മനസ്സാണ് നമ്മളിലെ ആ പ്രബലമായ ശക്തി. മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞവൻ ദേവന്മാർക്ക് പോലും ആരാധ്യനായിത്തീരുന്നു. അതേപോലെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും മർമ്മങ്ങളെ പിളർക്കുന്നതും ജയിക്കാൻ പ്രയാസമുള്ളതുമായ മനസ്സാകുന്ന ശത്രുവിനെ ജയിക്കാതെ ചിലരെ സ്നേഹിതന്മാരായും മറ്റു ചിലരെ ശത്രുക്കളായും വേറെ ചിലരെ ഉദാസീനരായും കണ്ടുകൊണ്ട് മൂഢന്മാർ നിഷ്പ്രയോജനമായി വഴക്കടിച്ച് ജീവിതം പാഴാക്കി കളയുന്നു. സമുദ്രത്തിൽ തിര പോലെയാണ് ആത്മാവിൽ മനസ്സ് വികസിച്ചു നിൽക്കുന്നത്. വെള്ളത്തിലെ കുമിള പോലെ മനസ്സിലെ ഒരു സ്ഫുരണമാണ് ശരീരം. അപ്രകാരം തൻ്റെ തന്നെ നേരിയ ഒരംശമായ ശരീരത്തെ താനായി അഭിമാനിച്ചുകൊണ്ട് ഞാൻ ഇന്നവനാണ്, മറ്റുള്ളവരെല്ലാം എന്നിൽ നിന്ന് അന്യന്മാരാണെന്ന് കരുതിക്കൊണ്ട് അവസാനമില്ലാത്ത അജ്ഞാനാന്ധകാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂഢന്മാരായ ജനങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമെങ്കിൽ ആത്മാവായ എന്നെ അത് എങ്ങനെ ബാധിക്കാനാണ്? ഭൂമിയുടെ വികാരങ്ങളായ ശരീരങ്ങളെയാണ് ജനങ്ങളെന്ന് വ്യവഹരിച്ചു വരുന്നത്. അപ്പോഴെല്ലാ ശരീരങ്ങളിലും ചൈതന്യ സ്വരൂപേണ വിളങ്ങുന്ന ആത്മാവ് ആരാണ്? അത് ഭഗവാനാണ്. അതിനാൽ എല്ലാ ശരീരങ്ങളും എൻ്റേതാണ്. ഊണ് കഴിക്കുമ്പോൾ പല്ലുകൊണ്ട് യാദൃശ്ചികമായി നാവിനെ ഒന്ന് കടിച്ചു പോയാൽ പല്ലും നാവും എൻ്റേതായതിനാൽ ആ വേദനയ്ക്ക് ആരോട് കോപിച്ചിട്ട് പ്രയോജനം ഉണ്ട് അല്ലേ? അതുപോലെ ഉപദ്രവിക്കുന്ന ശരീരങ്ങളും ഉപദ്രവം അനുഭവിക്കുന്ന ശരീരവും എൻ്റേതായതുകൊണ്ട് ആരോടും കോപിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ദുഃഖത്തിന് ഹേതു ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ സൂര്യൻ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ മുതലായവരാണെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നവരും ആ ദേവതകൾ തന്നെയാണ്. എല്ലാ ശരീരങ്ങളിലെയും ഇന്ദ്രിയ ദേവതകളൊന്നാണ്. എൻ്റെ കണ്ണിലെ സൂര്യൻ തന്നെയാണ് എല്ലാവരുടെയും കണ്ണിലെ ദേവത. എൻ്റെ കയ്യിലെ ദേവതയായ ഇന്ദ്രൻ തന്നെയാണ് എല്ലാവരുടെയും കയ്യിൻ്റെ ദേവത. കയ്യിൻ്റെ ദേവതയായ ഇന്ദ്രൻ കണ്ണിൻ്റെ ദേവതയായ സൂര്യനെ കുത്തി ഉപദ്രവിക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുന്നതും ഉപദ്രവം അനുഭവിക്കുന്നതുമായ രണ്ടു ദേവതകളും എൻ്റേതായതുകൊണ്ട് ആ വേദനയിൽ ആരോടും കോപിക്കേണ്ട ആവശ്യമില്ല. നടക്കുമ്പോൾ ഇടത്തുകാൽ കൊണ്ട് അറിയാതെ വലത്തുകാലിൽ ചവിട്ടുകയാണെങ്കിൽ ചവിട്ടുന്ന കാലും ചവിട്ടു കൊള്ളുന്ന കാലും എൻ്റേതായതുകൊണ്ട് കോപത്തിൻ്റെ പ്രയോജനമേ കാണുന്നില്ല അല്ലേ? അപ്പോൾ ആത്മാവാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവമാണ് സുഖദുഃഖങ്ങൾക്ക് എന്ന് പറയേണ്ടി വരും. ആത്മാവിൽ നിന്ന് അന്യമായതിനൊന്നും സത്യത്വമില്ല. അതിനാൽ അനുഭവിക്കുവാൻ ആളില്ലാത്തതിനാൽ സുഖവും ദുഃഖവുമില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. ആ സ്ഥിതിക്ക് ആരോടാണ് ക്രോധിക്കുക? ഇനി സൂര്യൻ, ചന്ദ്രൻ, ബൃഹസ്പതി, ശുക്രൻ മുതലായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നതെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അതിൽ ഒരു വിഷമമുണ്ട്. ജനന സമയത്തെ ഗ്രഹനില നോക്കിയാണല്ലോ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നത്. ജനനമില്ലാത്ത ആത്മാവായ എൻ്റെ ഗ്രഹനില എങ്ങനെ ഗണിക്കാനാണ്? പാപഗ്രഹങ്ങൾ പുണ്യഗ്രഹങ്ങളെ പീഡിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. ഗ്രഹങ്ങളിൽ നിന്ന്, ശരീരത്തിൽ നിന്നും അന്യനായ എന്നെ ഗ്രഹങ്ങളുടെ പീഡ എങ്ങനെ ബാധിക്കാനാണ്? പുണ്യകർമ്മത്തിൻ്റെ ഫലമായി സുഖവും പാപകർമ്മ ഫലമായി ദുഃഖവും ഉണ്ടാകുന്നു എന്നും അതിനാൽ കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾക്കുള്ള ഹേതു എന്നുമുള്ള അഭിപ്രായവും അംഗീകരിക്കുവാൻ വയ്യ. ഈ ജഡമായ ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള കഴിവില്ല. ജ്ഞാനസ്വരൂപനായ ആത്മാവിന് കർമ്മത്തിൻ്റെ ആവശ്യവും ഇല്ല. ജഡമായ ശരീരവും ചൈതന്യ സ്വരൂപനായ ആത്മാവും കൂടിച്ചേർന്നാണ് കർമ്മം ഉണ്ടാകുന്നത് എന്ന് പറയുന്നെങ്കിൽ ഇരുട്ടും വെളിച്ചവും കൂടിച്ചേരാത്തതുപോലെ ജഡവും ചൈതന്യവും ഒരിക്കലും കൂടിച്ചേരില്ല. അതിനാൽ കർമ്മമുണ്ടാകുവാനുള്ള വഴി പോലും ഞാൻ കാണുന്നില്ല. ആ നിലയ്ക്ക് ദുഃഖം വരുമ്പോൾ ആരോടാണ് നാം കോപിക്കേണ്ടത്? കാലം അനുകൂലമാകുമ്പോൾ സുഖവും പ്രതികൂലവുമാകുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു. ആ ഒരു പക്ഷം സ്വീകരിക്കുകയാണെങ്കിലോ കാലവും ആത്മാവും ഒന്നായതുകൊണ്ട് കാലത്തിൻ്റെ സുഖദുഃഖങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ശരീരത്തിൻ്റെ അകത്ത് ആത്മാവായി വിളങ്ങുന്ന തത്വം തന്നെയാണ് പുറമേ കാലം എന്ന പേരിൽ
വ്യവഹരിക്കപ്പെട്ടു വരുന്നത്. അഗ്നിയുടെ ചൂട് തീയിനെയും മഞ്ഞിൻ്റെ തണുപ്പ് ഹിമത്തെയും ബാധിക്കാത്തതുപോലെ കാലത്തിൻ്റെ സുഖദുഃഖങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ആ നിലയ്ക്ക് നോക്കിയാലും ആരോടും കോപം തോന്നേണ്ടതില്ല. ഇതും മനസ്സിലാക്കാം. ഇനി പ്രകൃതിയിൽ നിന്ന് അതീതനും ആത്മാവുമായ എനിക്ക് ഒരു വിധത്തിലും ഒരിക്കലും ആരിൽ നിന്നും സുഖദുഃഖങ്ങളുടെ സംബന്ധമുണ്ടാകുവാൻ സാധ്യതയില്ല. മനസ്സിലെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിലെ അനുഭവങ്ങൾ തൻ്റേതായി അഭിമാനിക്കുന്ന ജീവൻ്റെ മിഥ്യാഭ്രമമാണ് സംസാരത്തിനു തന്നെ കാരണം എന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവിയെയും പിന്നീട് നമ്മൾക്ക് ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെയുള്ള പരമാത്മനിഷ്ഠയെയായിരുന്നു പൂർവികരായ മഹർഷിമാർ അവലംബിച്ചിരുന്നത്. അപ്രകാരമുള്ള ബ്രഹ്മനിഷ്ഠയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് ഭക്തിയെ വളർത്തി അപാരമായ അജ്ഞാനമാകുന്ന സംസാര സമുദ്രത്തെ കടക്കുന്നുണ്ട് ഞാനും എന്ന് ആ ബ്രാഹ്മണൻ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി. ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു, ധനം മുഴുവൻ നശിച്ചപ്പോൾ വിരക്തനായി അദ്ദേഹം സർവസംഘ പരിത്യാഗിയായി സന്യസിച്ച് പരിവ്രാജനം ചെയ്തിരുന്ന ആ ഭിക്ഷുവിനെ ദുർജനങ്ങൾ ഇപ്രകാരം പലവിധത്തിൽ ഉപദ്രവിച്ചിട്ടും മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായിട്ട് ഉറപ്പിക്കലാകുന്ന ആ സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ അദ്ദേഹം ഈ ഗാഥയെ ആത്മഗതമായി പറയുകയാണുണ്ടായത്. നമുക്ക് സുഖദുഃഖങ്ങളെ തരുന്നത് മറ്റാരുമല്ല, ശത്രു, മിത്രം, ഉദാസീനൻ എന്നീ ഭേദഭാവനകളെല്ലാം അജ്ഞാനം കൊണ്ട് മനസ്സിൽ തോന്നപ്പെടുന്നവയാണ് ഉദ്ധവ. അതിനാൽ ഈശ്വരനായ എന്നിൽ നിഷ്കളങ്ക ഭക്തിയെ വളർത്തി ശുദ്ധമാക്കി തീർത്ത ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവായ തന്നിൽ നിശ്ചലമാക്കി അടക്കൂ. ഇതാണ് യോഗത്തിൻ്റെ സാരസർവസ്വം. ബ്രഹ്മനിഷ്ഠയെ പ്രതിപാദിക്കുന്ന ഭിക്ഷുഗീതയാകുന്ന ഈ മഹാ ഇതിഹാസത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയോ കേൾപ്പിക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നവരെ പോലും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ ബാധിക്കില്ല. ഇത് ഭഗവാന്റെ വാക്കാണ്. എല്ലാവർക്കും ഭിക്ഷുഗീതയുടെ ഈ ഒരു മഹത്വം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.